ഇതേ മുറ്റം തൂക്കുന്ന കരിയില കളയരുത്, ഇതൊന്നാം തരം വളമാക്കാം. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ മുറ്റം തൂക്കുന്ന കരിയില മിക്ക ആൾക്കാരും കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കത്തിക്കുന്നത് നമ്മൾ പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ ദോഷമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇത് എങ്ങനെ നല്ലൊരു വളമാക്കി മാറ്റാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ മുറ്റം തൂക്കുന്ന കരിയിലയും നമ്മുടെ അടുക്കള വേസ്റ്റും നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ 1 മീറ്റർ ആഴത്തിൽ ഒരു കുഴി എടുക്കുക. ആ കുഴിയിലേക്ക് ഇത് പതിവായിട്ട് നിക്ഷേപിക്കുക. അങ്ങനെ ഈ കുഴിയുടെ നീളവും വീതിയും നമ്മുടെ സ്ഥലത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് തീരുമാനിക്കുക. ഈ മുറ്റം തൂക്കുന്ന കരിയില പതിവായിട്ട് അവിടെ കൊണ്ടിടുക, അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടിടുക. അതുപോലെ തന്നെ മീൻ വെട്ടുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, പഴകിയ കഞ്ഞിവെള്ളം, ഇതൊക്കെ പതിവായിട്ട് ആ കുഴിയിൽ നിറയ്ക്കുക. ഈച്ചയും കൊതുകും വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പച്ചമണ്ണ് വെട്ടിയിട്ടാൽ മതി. അങ്ങനെ കുഴി നിറയുമ്പോൾ പൂർണ്ണമായിട്ട് മണ്ണിട്ട് മൂടുക. 1 മാസം അല്ലെ 1.5 മാസം കഴിഞ്ഞ് ഈ കുഴി പൊട്ടിച്ചാൽ ഒന്നാം തരം ജൈവവളം കിട്ടും. ഈ ജൈവവളത്തെ പറയുന്ന പേര് കമ്പോസ്റ്റ് വളം എന്നാണ്. നമ്മൾ കൃഷിക്കൊക്കെ ജൈവവളം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചെയ്യാറുണ്ട്. ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രധാനമായിട്ടും വിചാരിക്കുന്നത് എന്താണ്? കുറച്ച് ചാണകം ഇടുക, ചവറിടുക, കരിയില ഇടുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വളങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. ഈ പറയുന്ന വസ്തുക്കളൊക്കെ മണ്ണിലിട്ട് ജീർണിച്ച് പോഷകങ്ങളാക്കി, സസ്യപോഷകങ്ങളാക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. എന്ന് വെച്ചാൽ ഒരു 2-3-4 മാസം പിടിക്കും നമ്മുടെ കരിയിലൊക്കെ ഈ നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലിട്ടാൽ അതൊന്ന് അഴുകി പോഷകങ്ങളായി മാറാൻ. അപ്പം നമ്മൾ ഈ ജീർണിപ്പിക്കുന്ന പരിപാടി പുറത്ത് വെച്ച് നടത്തുന്നതിനെയാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും നല്ല വളം കമ്പോസ്റ്റ് വളമാണ്. പലതരം കമ്പോസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു നാടൻ കമ്പോസ്റ്റിൻ്റെ രീതിയാണ്. ഇതുകൂടാതെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള കമ്പോസ്റ്റിങ് രീതികളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക. അത് നമ്മുടെ പ്രത്യേക ടാങ്കുകൾ അല്ലെങ്കിൽ ബക്കറ്റുകൾ, അതല്ലെങ്കിൽ നമുക്ക് കിണറിൻ്റെ തൊടികൾ, അതിലൊക്കെ ഈ പറഞ്ഞ കരിയിലയും സസ്യാവശിഷ്ടങ്ങളും ചാണകവും ഒക്കെ കൂടെ നിറച്ചുകൊണ്ട് അതിൽ മണ്ണിരകളെ ഇട്ടിട്ട് നമുക്ക് ഒന്നാം തരം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അതുകൂടാതെ തന്നെ വേറെയും കമ്പോസ്റ്റുകളുണ്ട്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്ലൂറോട്ടസ് എന്ന് പറഞ്ഞ ഒരു ഫംഗസിനെ ഉപയോഗിച്ചുകൊണ്ട് ചകിരിച്ചോറിനെ സമ്പുഷ്ടീകരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാം. വേറെയും ഉണ്ട് കമ്പോസ്റ്റ്. EM കമ്പോസ്റ്റിംഗ്. EM എന്ന് പറയുന്ന എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവികളുടെ കൂട്ടാണ്. അത് ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ട് 1 ലിറ്റർ ഉണ്ടെങ്കിൽ ഏതാണ്ട് 100 കിലോ ജൈവവസ്തുക്കളെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാം. EM സൊല്യൂഷൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. EM സൊല്യൂഷൻ വാങ്ങിക്കുന്ന 1 ലിറ്റർ എന്ന് പറയുന്ന കോൺസെൻട്രേറ്ററാണ്. അത് നമുക്ക് 21 ലിറ്റർ ആക്കി മാറ്റാം. ഒരു 20 ലിറ്റർ വെള്ളത്തിൽ ശുദ്ധമായ ശർക്കര ഇളക്കി ചേർത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന EM ലൈനി അതിനകത്ത് ഒഴിച്ച് ഒരു 21 ദിവസം ഒരു തുണി കൊണ്ട് മൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത EM ലൈനി ഒരു 100 കിലോ കൊല വെട്ടിയ ശേഷം വാഴത്തട ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചച്ചാണകം കുഴമ്പായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ട് ഒരു കൂനയാക്കി തണലിലോ ഷെഡിലോ ഇങ്ങനെ വെച്ചിട്ട് ജൈവവസ്തുക്കളെ വെച്ചിട്ട് കരിയിലൊക്കെ ചേർക്കാം. അതിനകത്ത് ഈ 20 ലിറ്റർ നമ്മുടെ ആക്ടിവേറ്റ് ചെയ്ത് EM ലൈൻ ഒഴിച്ചാൽ ഒന്നാം തരം EM കമ്പോസ്റ്റ് ഉണ്ടാക്കാം. വേറൊരു കമ്പോസ്റ്റ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ്. ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് ട്രൈക്കോഡർമ ബിറിഡെ എന്ന് പറയുന്ന കുമിളിൻ്റെ കൾച്ചറാണ്. ഇതുപയോഗിച്ചുകൊണ്ട് ഒന്നാം തരം കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഏറ്റവും നല്ല വളം കമ്പോസ്റ്റ് വളമാണ്. ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ ഈ ജീർണിപ്പിച്ച ജൈവവസ്തുക്കളെ പറയുന്ന പേരാണ് കമ്പോസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിൽ ഈ ജീർണിപ്പിക്കുന്നതിന് നമ്മുടെ മണ്ണിൽ തന്നെ സ്വതയുള്ള അണുജീവികളാണ് ഇതിനെയൊക്കെ ജീർണിപ്പിക്കുന്നത്. അത്തരം ഒരു അണുജീവിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ കൾച്ചറാണ്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല ഇതിൻ്റെ കൾച്ചർ ഉണ്ടാക്കി ലാബിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അതിൻ്റെ പേര് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് എന്നാണ്. ഈ ട്രൈക്കോഡർമ കമ്പോസ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഇത് വളമാണ്, കീടനാശിനിയാണ്, കുമിൾനാശിനിയാണ്. അപ്പം 3-in-1 എഫക്റ്റ് ഉള്ള ഒരു കമ്പോസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളത്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ, ഗ്രോ ബാഗിലൊക്കെ കൃഷി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രൈക്കോഡർമ കമ്പോസ്റ്റാണ് അതിനുപയോഗിക്കേണ്ട വളം. അപ്പോൾ എന്താണ്
ഈ വളം ഇട്ടാൽ അതൊരു വളം മാത്രമാവില്ല, അതിന് വരുന്ന രോഗങ്ങൾ, മഞ്ഞളിപ്പ്, വാട്ടം, മഴികൾ തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാതെയാവും. അതേപോലെ തന്നെ ചില വേര് രോഗങ്ങൾ, വേരിനെ ബാധിക്കുന്ന ചില കീടങ്ങൾ, അതിനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കമ്പോസ്റ്റാണ് ട്രൈക്കോഡർമ. അപ്പോൾ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, ട്രൈക്കോഡർമ വിറിഡി എന്നാണ് ഇതിന്റെ മൊത്തം പേര്. ഈ ഫംഗസ് ആണ്, ഫംഗസ് കുടുംബ പൂപ്പൽ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്, അണുജീവിയാണ്. അപ്പൊ ഇത് വെച്ച് എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുക? അതിനാവശ്യമുള്ളത്, അപ്പൊ നമ്മൾ ഒരു 100 കിലോ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഇതേലെ 1 കിലോ ട്രൈക്കോഡർമ കൾച്ചർ മതിയാവും. അപ്പൊ 100 കിലോ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 90 കിലോ തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകം, 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ കൾച്ചർ. ഉണ്ടാക്കുന്ന വിധം, തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ, വെയിലത്തിട്ട് ചാണകം ഉണക്കി കഴിഞ്ഞാൽ അതിലുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടേണ്ട നൈട്രജൻ പോലെയുള്ള വളങ്ങളൊക്കെ ആവിയായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തണലില് ചാണകം ഉണക്കാവും. അങ്ങനെ തണലിൽ ഉണങ്ങി പൊടിച്ച ചാണകം അത് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഒരു 10 കിലോ അതും ഇതേപോലെ പൊടിച്ച് പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിലെടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതോടുകൂടി ഈ 1 കിലോ കൾച്ചർ കൂടി അതിനകത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തണലിലോ ഷെഡിലോ വെറും നിലത്ത് ഒരു 2 ആഴ്ച മൂടിയിടുക. ചണച്ചാക്ക് കൊണ്ടാണ് മൂടിയിടേണ്ടത്. അപ്പം പൂപ്പൽ വളരാൻ വേണ്ടി ഈർപ്പം വേണമല്ലോ. നമ്മൾ പൂപ്പലൊക്കെ ഉണ്ടാകുമ്പോൾ, പൂപ്പൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പമുള്ളിടത്താണ് പൂപ്പൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ഈ പൂപ്പലും വളരാൻ ഈർപ്പം കൊടുക്കണം. ഈർപ്പം എന്ന് പറഞ്ഞാൽ ഈ ചണച്ചാക്കിന്റെ മുകളിലൂടെ വെള്ളം തളിച്ചു കൊടുക്കണം. വേനൽക്കാലത്താണെങ്കിൽ 2-3 തവണ വെള്ളം തളിച്ചു കൊടുക്കണം. മഴക്കാലത്താണെങ്കിൽ 1 തവണ മതിയാവും. അപ്പൊ അങ്ങനെ ഒരു 2 ആഴ്ച നനച്ചിട്ട് ചണച്ചാക്കം മൂടി മാറ്റുക. ഈ കൂന ഒന്നും കൂടെ ഉടച്ച് പുട്ടിൽ നനയ്ക്കുന്ന വിധത്തിൽ ഒന്നും കൂടെ നനച്ച് വീണ്ടും ഒന്നും കൂടി വാരിക്കൂട്ടി കൂനയാക്കി ഇടുക. 1 ആഴ്ച കൂടി ചണച്ചാക്ക് കൊണ്ട് മൂടിയിടുക. ആ മൂടിയിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 3 ആഴ്ച കൊണ്ട് നമ്മൾ കൊടുത്ത ഈ ജൈവ വസ്തുക്കൾ, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒന്നന്തരം കമ്പോസ്റ്റായി മാറും. ഞാൻ പറയുന്നു, ഈ കമ്പോസ്റ്റാണ്, ഇത്തരം കമ്പോസ്റ്റ് വളങ്ങളാണ് കൃഷികൾക്ക് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല വളങ്ങൾ. അല്ലാതെ നമ്മൾ ചവറോ ചാണകപ്പൊടിയോ പിന്നെ ഗോമൂത്രമോ ഒന്നും ഇടലല്ല ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് വളങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പുളിപ്പിച്ച്, നമ്മൾ പിണ്ണാക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ ചുമ്മാതെ വാരി ഇടുന്നു. പിണ്ണാക്ക് ഇടുകയാണെങ്കിൽ ഉറുമ്പ് കയറും. അപ്പൊ അതിനെ ഒന്ന് പുളിപ്പിച്ചെടുക്കുക. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വളം ഞാൻ പറഞ്ഞുതരാം. പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത് ഓരോ കിലോ വീതം എടുക്കുക. ഒരു ബക്കറ്റിലിടുക. ഒരു 10 ലിറ്റർ വെള്ളം അതിനകത്ത് ഒഴിക്കുക. ഒന്ന് ഒരു 5 ദിവസം പുളിപ്പിക്കുക. അപ്പൊ അതിനകത്ത് ഇത്തിരി ശർക്കരയും കൂടി ഇടുകയാണെങ്കിൽ വേഗം പുളിക്കും. അതിട്ട് 5 ദിവസം കഴിയുമ്പോൾ 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് പച്ചക്കറികൾക്ക് ഗ്രോ ബാഗിലൊക്കെ ഒഴിച്ചു കൊടുത്ത ഒന്നാം തരം വളമായി. അപ്പം അത്തരത്തിലുള്ള ജീർണിപ്പിച്ച വളങ്ങൾ, പുളിപ്പിച്ച വളങ്ങൾ വേറെയുമുണ്ട്. പിന്നെ ജീവാമൃതം എന്ന് പറയുന്ന സാധനം, ഇതേപോലെ പച്ചച്ചാണകവും പല നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതേപോലുള്ള ഇത്തരത്തിലുള്ള പുളിപ്പിച്ച അല്ലെ ജീർണിപ്പിച്ച ജൈവവസ്തുക്കളാണ് നമ്മളെ കൃഷികൾക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം എപ്പോഴും കൃഷി വിജയിപ്പിക്കുവാൻ ജൈവവളങ്ങൾ കൂടിയേ തീരൂ. ആ ജൈവവളങ്ങൾക്ക് ഏറ്റവും നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം മറക്കണ്ട, ട്രൈക്കോഡർമ കമ്പോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുക.